ഒരു യോഗ്യതയും ഇല്ലാതിരിക്കെ അപ്പോൾ അതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവേ, ഓരോ ദിവസവും തമ്പുരാനെ ഞങ്ങളെ വഴി നടത്തുന്നതിന് ദൈവോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ, പ്രത്യേകിച്ച് അവിടുത്തെ പ്രകൃതിനാളിനോടനുസംബന്ധിച്ച് ആ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങളും വചനങ്ങളും തന്ന് ഞങ്ങളെ വഴി നടത്തി ദൈവമേ, പ്രത്യേകിച്ച് കൂട്ടായ്മയായിട്ട് അവിടത്തോട് ചേർന്ന് നിന്ന് ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടവരുത്തുന്നുവല്ലോ. നന്ദിയോർത്ത് പ്രത്യേകം നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നാളിതുവരെ നൽകിയ എല്ലാ വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ദൈവജനത്തോട് ചേർന്ന് നിന്ന് അടിയനും അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നന്മകളെയും ഓർത്ത് ഒരിക്കൽ കൂടെ ഇതുവരെ നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർമ്മം ഉയർത്തി പ്രതികരണം ഉയർത്തി എന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. നിമിഷമാണ് എനിക്ക് നിൽക്കാം. നമുക്ക് വിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് അല്പസ്മയം കർത്താവിന്റെ വചനത്തെ സ്തുതിച്ചുകൊണ്ട് കേക്കൊക്കെ മുറിക്കാനുണ്ട്. ക്രിസ്മസിനോട് അനുസംബന്ധിച്ചുള്ള പ്രത്യേക കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കുന്നു. പിന്നെ അല്പസമയം നമുക്ക് നമ്മുടെ ആ വചനം, ക്രിസ്മസ് സന്ദേശമായിട്ടുള്ള വചനം നമസ്കരിക്കുവാനായിട്ട് നമ്മുടെ കാര്യങ്ങളെ ഒരുക്കാം. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും പറയാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ഇത് പരിശുദ്ധാത്മാവാണ്. ആവശ്യമായിട്ടുള്ള ദുരിതം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒരിക്കൽ കൂടെ ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. റോമേറ്റ് 26 വചനപ്രകാരം ആത്മാവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗാനത്തിൻ്റെ റൂഹായെ റൂഹായെ നമ്മുടെ സ്വന്തം ഗാനമാണ്. ആ ഗാനത്തിൻ്റെ ഈരടികൾ പാടി ആത്മാവിൻ്റെ ഒരു കടന്നുവരവിന് വേണ്ടി, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലിന് വേണ്ടി, മെസ്സേജ് നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റൂഹായേ റൂഹായേ ഞങ്ങൾ വന്നു നിറയണമേ, റൂഹായേ റൂഹായേ യേശുവിൻ സാക്ഷിയാക്കി മാറ്റണമേ. റൂഹായേ റൂഹായേ ഞങ്ങൾ വന്നു നിറയണമേ, റൂഹായേ റൂഹായേ യേശുവിൻ സാക്ഷിയാക്കി മാറ്റണമേ. നമുക്കിരിക്കാം. നമുക്ക് അറിയാം, ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ലഭിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അതും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയർക്ക് വേണ്ടത്ര ജ്ഞാനമോ പാണ്ഡിത്യമോ അറിവോ പഠിപ്പോ ഇതൊന്നുമില്ലാത്ത വെറും പാവപ്പെട്ട, അല്ലേ, വെറും പാവപ്പെട്ട നമ്മുടെ ഈ വനത്തിൻ്റെയൊക്കെ സൈഡിലെ പുറമ്പോക്കിലൊക്കെ കിടക്കുന്ന ആദിവാസി സഹോദരങ്ങൾ, അതുപോലെ
വെറും പാവങ്ങളിൽ പാവങ്ങളായ ദരിദ്രരായ ആട്ടിടയന്മാരുടെ അടുത്തേക്കാണ് സ്വർഗത്തിന്റെ ദൂത് ആദ്യമായി എത്തുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ്. ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ് അല്ലേ? അറിയപ്പെടുന്ന വ്യക്തികളിലേക്കല്ല, രാജാക്കന്മാരുടെ അടുത്തേക്കല്ല, അല്ലെങ്കിൽ നിയമജ്ഞരും ഫരിസേയരും പണ്ഡിതരും ഒക്കെയുള്ള ഒരു കാലത്ത് അവരുടെ അടുത്തേക്കെല്ലാം ദൈവത്തിന്റെ ദൂത് വരുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ ആട്ടിടയരുടെ അടുത്തേക്കാണ്. കാരണം അതുങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദർശനമൊക്കെ കാണുന്നത് അല്ലേ? ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെ കത്തിച്ചൊലിക്കുന്ന ഒരു ഗോളം പോലെ വന്നു നിൽക്കുകയാണ്. അതുങ്ങൾ പേടിച്ചു പറിച്ചു പോയി. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ സർവ ഭയങ്ങളും എടുത്തു മാറ്റാനുള്ളവൻ ഇതാ പൂജാതനായിരിക്കുന്നു. സ്വർഗം വിട്ട് അവനിതാ ഒരു ശിശുവായി ഭൂമിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നല്ല വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത്. 2025 വർഷം പിന്നിടുമ്പോൾ ഇന്ന് അഭിമാനത്തോടെ എനിക്കും നിങ്ങൾക്കും 2025 എന്ന് എഴുതി സൈൻ ചെയ്യാൻ ഒരു കാരണമായി തീർന്നത് എന്താ? ലോകത്തെ തന്നെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ, ദൈവം തന്നെയായ യേശു കർത്താവ് ഭൂമിയിൽ അവതരിക്കുകയാണ്. തന്റെ ദൈവത്വം, മഹിമ പ്രതാപത്തോടു കൂടിയുള്ള തന്റെ ദൈവത്വം, ആ ഗ്ലോറി, അതൊക്കെ വിട്ട് ഒരു സാധാരണ മനുഷ്യ ശിശുവായി അവൻ ഭൂമിയിലേക്ക് അവതരിക്കുന്നു. രാജാതിരാജനാണ്, ഇസ്രായേൽ പരിശുദ്ധൻ, ഇതാ യഹൂദരുടെ രാജാവാണ് പിറന്നിരിക്കുന്നത്. രാജാവ് പിറന്ന ഇടം നമുക്കറിയാം. എവിടെയാണ് പിറന്നത്? എവിടെയാ പിറന്നത്? എന്തോ നമ്മൾ കാര്യത്തൊഴുത്തിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായി ഒക്കെ അലങ്കരിച്ചു വയ്ക്കും. അങ്ങനെ ഒരു ഇടത്തിലല്ല കർത്താവ് വന്ന് പിറക്കുന്നത്. കർത്താവ് വന്ന് പിറക്കുന്നത് ആരും കയറി ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത വലിയ പേമാരിയും കൊടുങ്കാറ്റും മണൽക്കാറ്റും. അറേബ്യൻ നാടുകളില് ഏറ്റവും കൂടുതലുള്ള അപകടകരമായ ഒരു കാറ്റാണ് മണൽക്കാറ്റ്. അത് അടിച്ചു കഴിഞ്ഞാൽ വളരെ നൈസാണ്, വളരെ നൈസാണ്. നമ്മുടെ ഈ പുട്ടിന്റെ പൊടിയൊക്കെ പോലെ അത്രയും നൈസാണ്. അരിപ്പൊടി അതുപോലെ നൈസാണ്. കാറ്റത്ത് കൊടുങ്കാറ്റായി അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ മനുഷ്യനെ പോലും പൊക്കിക്കൊണ്ടുപോകും. മനുഷ്യൻ മരിച്ചുപോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ഒരു വലിയ മല നിമിഷ നേരം കൊണ്ട് മറ്റൊരിടത്ത് മലയായി മാറും. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മരുഭൂമി, അറേബ്യൻ മരുഭൂമി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്റെ ആട്ടിൻകൂട്ടങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ആട്ടിടയന്മാര് തൊട്ടടുത്തുള്ള ഗുഹകളിലേക്ക് ഓടിച്ചു കഴിച്ചു. അതിനകത്ത് വൃത്തിഹീനമായി ദുർഗന്ധം വമിക്കുന്ന ആടിന്റെയും കാലികളുടെയും ഒക്കെ അത് മൂത്ര വിസർജന ആ ഒരു മലിനമായ അവസ്ഥയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരെങ്കിലോടെ? ഇല്ല. ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. അതിന്റെ ഉള്ളിലാണ് ലോകത്തിന്റെ രക്ഷകൻ
വന്ന് പിറക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെയാണ് ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്നത്. BC എന്നും AD എന്നും BC എന്നും AD എന്നും. BC means before Christ, യേശുവിന് മുമ്പുള്ള കാലം. Then AD after death. എനിക്കതല്ല, ഇതൊരു ലാറ്റിൻ വാക്കാണ്. അന്നോ ഡോമിനി. അന്നോ ഡോമിനി എന്നൊരു ലാറ്റിൻ വാക്കാണ്. അന്നോ ഡോമിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? The year of our Lord, the year of our Lord Almighty. അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവിന്റെ വർഷം, കർത്താവ് വന്ന് പിറന്ന വർഷം. അതാണ് ആ AD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് എവിടെയാ നിൽക്കുന്നത്? BC-യിലാണോ AD-യിലാണോ? നമ്മള് എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് സി? ആരും കുഞ്ഞിക്ക് AD-യിലാണ് നിൽക്കുന്നതെന്നാ പറയാ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു BC ഉണ്ട്. ശരിയാണോ? അതായത് ക്രിസ്തുവിനെ കൂടാതെയുള്ള, ക്രിസ്തുവിന്റെ വചനത്തെ കൂടാതെ, പ്രബോധനത്തെ കൂടാതെ, പഠനങ്ങളെ കൂടാതെയുള്ള സംഭവങ്ങളൊക്കെ എന്തായി? BC ആയിട്ട് മാറും. എന്നെ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതെ നിഷ്ഫലമാണ്. എന്നെ കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിഷ്ഫലമാണ്. അത് BC ആയിട്ട് തന്നെ ദൈവം കണക്കിലെടുക്കും. AD-യിലേക്ക് എപ്പോഴാ നമ്മൾ കടക്കുന്നത്? അവന്റെ വചനങ്ങളെ മുറുകെ പിടിച്ച് അവന്റെ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോ നമ്മളെ AD-യിലാണ്. യുഗങ്ങൾക്ക് മുമ്പേ ഇത് നമ്മളൊന്ന് ആലോചിച്ച് ഇപ്പൊ ഈ ക്രിസ്മസ് ഡിസംബർ 25 ആ ഡേറ്റ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. ഒരു സഭയൊരിക്കലും പഠിപ്പിക്കുന്നില്ല. ഡിസംബർ 25 തന്നെയാണ് യേശു പൂജാതനായതൊന്നും അത് കറക്കി കുത്തി എടുത്തിരിക്കുന്ന ഒരു ഡേറ്റാണ്. ഏകദേശം എന്താ പറയുക, ഈ തണുപ്പ് മഞ്ഞ് പെയ്യുന്ന രാവിലെ അല്ലേ, തണുപ്പ് ഏറ്റവും കൂടുതൽ ഉള്ള ആ ഒരു ടൈമിലാണ് ജനനമെന്ന് പറയുന്നത്. ഡേറ്റ് എന്തുമാകട്ടെ, ഏത് ദിവസവും ആകട്ടെ, എന്നാൽ മരണത്തിന് കറക്റ്റായിട്ട് ഡേറ്റ് ഉണ്ട് അല്ലേ? ടൈമുണ്ട്, ഡേറ്റ് ഉണ്ട്. ഇത് ജനനത്തിന് അങ്ങനെ കൃത്യതയില്ല. എന്നാൽ നമുക്കറിയാം യേശു ജനിച്ചു, ലോകത്തിന്റെ രക്ഷകനായി യേശു ജനിച്ചു. ഇത് പെട്ടെന്നുള്ള സംഭവമാണോ? ആണോ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലേ? 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ, മിക്ക പ്രവാചകനിലൂടെ ഒക്കെ നമ്മള് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ആ ബോധ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ലോകത്തിന് കൊടുക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം തിരുവചനം, 7:14. എന്താണ് അവിടെ?
യുവതി അഥവാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തിന് നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഹല്ലേലൂയ. ദൈവം ദൈവത്തിന്റെ ഗ്ലോറിയിൽ അങ്ങനെ തന്നെ ഇരുന്നാൽ, ആ ദൈവ മഹത്വത്തിൽ ദൈവം അങ്ങനെ തന്നെ ഇരുന്നാൽ, ആ ദൈവ മഹത്വത്തോടു കൂടി തന്നെ ദൈവം ഭൂമിയിൽ അവതരിച്ചാൽ ഏതൊരു മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ പറ്റും, അത് സ്വീകരിക്കാൻ പറ്റും. പറ്റുമോ? പരിശുദ്ധ കുർബാന ഒരപ്പത്തിന്റെ രൂപത്തിലല്ല എങ്കിൽ, ഒരു പടയ്ക്കുന്ന മാംസം കഷ്ണമാണ് എങ്കിൽ എത്ര പേർ സ്വീകരിക്കും? യോബിനെ എത്ര പേർ സ്വീകരിക്കും? തിരുരക്തം വീഞ്ഞ്, അത് പച്ച മനുഷ്യന്റെ ബ്ലഡിന്റെ ചൂടും ടേസ്റ്റുമാണെങ്കിൽ എത്ര മനുഷ്യൻ അത് നാവിൽ നുണയും ഉണ്ടാവുമോ? ദൈവം ദൈവത്തിന്റെ സമാനത മുറുകെ പിടിക്കാതെ, അതൊരു കാര്യമായി പരിഗണിക്കാതെ, തന്റെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെച്ചിട്ട് അവൻ ഒരു മനുഷ്യനായി, കേവലം ബലഹീനനായ ഒരു മനുഷ്യന്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയർ ലേഖനത്തില് പൗലോസ് ശക്തമായിട്ട് വന്ന 2-ാമത്തെ അധ്യായം, ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ 1 വചനങ്ങളില് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി അവരെ പരിഗണിക്കാതെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ഇതാണ് എന്റെ കാര്യമായി. സാധാരണക്കാരിലേക്ക്, പാവപ്പെട്ട മനുഷ്യരിലേക്ക്, പാപികളിലേക്ക് ഇറങ്ങി വരുവാൻ അതേ സ്വഭാവത്തിലുള്ള ജഡം എടുത്തു വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ദൈവത്തിന്റെ ദൈവീകത വിട്ട് മാനുഷികതയിലേക്ക് ഇറങ്ങുന്നു. 2 വാക്കുകളാണ് ബുൾട്ടൻ ജേഷ്യൻ പിതാവ്, ന്യൂയോർക്കിലെ ബിഷപ്പായിരുന്ന ബുൾട്ടൻ ജേഷ്യൻ പിതാവ് പറയുന്ന 2 വാക്കുകളുണ്ട്. അതിങ്ങനെയാണ്: ഡിവനൈസേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ. 2 വാക്കുകളാണ്. ദൈവത്തിന്റെ ദൈവീകതയിൽ നിന്ന് ദൈവം മാനുഷികതയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മാനുഷികതയിലായിരിക്കുന്ന മനുഷ്യമക്കളെ ദൈവീകതയിലേക്ക് ഉയർത്താൻ വേണ്ടി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരെ എല്ലാവരെയും ദൈവങ്ങളാക്കി മാറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. മനുഷ്യ ദൈവങ്ങളാക്കി മാറ്റാൻ എന്നുള്ള അതിന്റെ അർത്ഥം എന്താ? അവന്റെ ആത്മാവിനെ കെട്ടുപോകാതെ ദൈവത്തിന്റെ ആത്മാവുമായി ഒന്നായി തീർക്കുന്ന അനുഭവത്തിലേക്ക് ഉയർത്താൻ, അതിലേക്ക് ഉയർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യേശു കർത്താവ് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. യേശു 2025 വർഷം മുമ്പ് പെട്ടെന്ന് പൊട്ടി മുളച്ചു വന്നവനല്ല. ദൈവം ആ സമയത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ചതല്ല. ആണോ? അല്ലേല. പ്രവാചകന്മാരോട് വ്യക്തമായിട്ട് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നത് 5:2 മിക്ക 5:2 അത് വായിച്ചു കേൾക്കാം ഓർപ്പിക്കാനായിട്ട്. ബത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അതോട് വായിച്ചത് അവൻ
പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഈ സൃഷ്ട പ്രപഞ്ചം ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവനാണ്. അതാണ് ആയിരുന്നവനാണവൻ, ആയിരിക്കുന്നവനാണവൻ, വരാതിരിക്കുന്നവനാണവൻ. അവനെ കുറിച്ച് പറയുന്ന അങ്ങനെയാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. അവസാന പുസ്തകത്തിൽ അവനെ കുറിച്ച് പറയുന്ന അങ്ങനെയാണ്, അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. യുഗങ്ങൾക്ക് മുൻപേ അവൻ ഉള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പറയുന്ന ബെത്ലഹേം എഫ്രാത്ത, നീ യൂദാ ഭവനത്തിൽ ചെറുതാണെങ്കിൽ ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യണമെങ്കിൽ കൊളോസോസ് ലേഖനത്തിലേക്ക് പോകും. കൊളോസോസ് ലേഖനത്തിൽ പോയാൽ വളരെ ക്ലിയർ ആണ്. പൗലോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിന്ന് പറയുന്ന കാര്യമുണ്ട്, അത് വളരെ ക്ലിയർ ആണ്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിലാണ് എടുക്കുന്നത്. 15, 16, 17 തിരുവചനങ്ങളാണ്. അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ശ്രദ്ധിച്ചേ, അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിരൂപം അഥവാ പ്രതിച്ഛായ, ട്രൂ ഇമേജ്. ദൈവത്തിന്റെ ട്രൂ ഇമേജ്, പ്രതിരൂപം, പ്രതിച്ഛായ. ദൈവത്തിന്റെ പ്രതിരൂപം, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതൻ. എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആരുണ്ട്? യേശു ഉണ്ട്. യേശു ഉണ്ട്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വസ്തുക്കളും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോ ഞാൻ ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാ? ഞാൻ ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാ? എന്തൊരു സംശയം? യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും. അതിലവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇല്ലേ? എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നീ മറ്റൊരു ക്രിസ്തുവാണ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറയാറുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഈ 2025 ആദിമസഭയില് അങ്ങനെ പറയാറ്, വിശുദ്ധർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധർ. അവരിൽ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു, യേശുവിനെ കണ്ടു. ആദിമസഭയില് ഒരു വിശുദ്ധർ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനിലൂടെ അവന് വേണ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. 17-ാം വാക്യം, അവനാണ് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. ഹല്ലേലൂയ. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അപ്പോ നോക്കിയേ, 2025 വർഷം യേശുവിന്റെ ജനനം കഴിഞ്ഞിട്ട് അന്നാണോ അവനുണ്ടായിരുന്നത്? അവൻ ലോക ആരംഭത്തിൽ ഉള്ളവനാണ്. അതുകൊണ്ടാണ് ട്രിനിറ്റി ഓഫ് ഗോഡ് അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവിടെ വലിയ ഒരു സംശയം എല്ലാ ആളുകൾക്കും ഉണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതെങ്ങനെ ശരിയാകും?
എങ്ങനെ ശരിയാകും? പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ട്രീറ്റി ഓഫ് ഗോഡ് എന്നുള്ള ടോക്കിൽ കിടപ്പുണ്ട് അല്ലേ? ജസ്റ്റിന്റെ കുഞ്ഞിനായിട്ട് വിളിച്ചിരുത്തിയിട്ട് നമ്മള് അത് എക്സാമ്പിളോട് കൂടി നമ്മൾ അവതരിപ്പിച്ചിരുന്ന യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ക്ലിയർ ആകുമോ? നിങ്ങൾ കേട്ടാൽ മതി. ദൈവത്തിന്റെ ത്രിത്വം എന്റെ അല്ലേ? ട്രീറ്റി ഓഫ് ഗോഡ് എന്താണ് അതിന്റെ ടൈറ്റിൽ കിടക്കുന്നത്? അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. കണ്ടോ? അപ്പൊ യേശുവിനെ കൂടാതെ ഈ ലോകത്തില് ഒരു വ്യക്തിക്കും സ്ഥായിയായ നിലനിൽപ്പില്ല. ചന്ദ്രചേട്ടാ, അതാണ് പറയുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ട് യേശുവിനെ നാഥരക്ഷകമായി സ്വീകരിക്കണം? ചേച്ചി, എന്തുകൊണ്ട് യേശുവിനെ നാഥരക്ഷകമായി സ്വീകരിക്കണം? അതാണ് ഈ പറയുന്നത്. സ്ഥായിയായി എനിക്ക് ലോകത്തിൽ ഒരു നിലനിൽപ്പുണ്ടെങ്കിൽ, ഞാനെന്ന പേഴ്സണാലിറ്റി, ചന്ദ്രൻ എന്ന പേഴ്സണാലിറ്റി നിലനിൽക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കണ്ടോ? അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു, അവനെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വന്ന് നമ്മെ അവനെ പോലെ ആക്കി, അവനെ പോലെ ആക്കി. അതിലെന്താ അവൻ ചെയ്തത്? അവനെ പോലെ എന്നെയും നിങ്ങളെയും ആക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തത്? മനുഷ്യൻ എന്തിനാ ജനിക്കുന്നത്? നമ്മൾ എന്തിനാ ജനിച്ചേ? എന്തിനാ സാർ നമ്മൾ ജനിച്ചേ? എന്തിനാ ജനിച്ചേ? നമ്മൾ എന്തിനാ ജനിച്ചേ? എനിബഡി ആൻസർ ടു എനിബഡി. എന്തിനാ ജനിച്ചേ? എന്തിനാ നമ്മൾ ജനിച്ചേ? ലാസ്റ്റ് എന്തിനാ ജനിച്ചേ? ജനിച്ച എന്തിനാണ് നമ്മള്? ദൈവത്തെ എന്തിനാ ജനിച്ചേ? നിങ്ങൾ ഈ തിയോളജിയിലേക്കൊന്നും പോകണ്ടേ? വളരെ നോർമലായി സിമ്പിളായിട്ട് നമ്മൾ എന്താ ജനിച്ച? ജീവിക്കാൻ വേണ്ടി. നമ്മൾ ജനിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ? അതെ, ജീവിക്കാൻ. അതിന്റെ തന്ത്രപ്പാടല്ലേ ഈ പന്നി പട്ടിലും കോഴിയും ഇല്ല ഇല്ലേ ചേട്ടാ? അല്ലേ? ഈ കോഴി കൂടും, പന്നി കൂടും, ആട്ടും കൂടും, പശു കൂടും. ഇതോ എന്തിനാ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ ജനിച്ചത്. എന്നാൽ മിശിഹ യേശു ക്രിസ്തു ജനിച്ചത് എന്തിനു വേണ്ടിയാ? അവൻ എന്തിനു വേണ്ടിയാ? അവൻ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. ഇതാ വ്യത്യാസം മനുഷ്യനും ക്രിസ്തു. അവൻ എന്തിനു വേണ്ടി മരിക്കണം? അവനെ പോലെ എന്നെയും നിന്നെയും രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അവൻ മരിച്ചേ മതിയാകൂ. എന്തിന്? എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി അവൻ മരിച്ചേ മതിയാകൂ. അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഒരു മനുഷ്യനായി ദൈവം മാറിയതിന്റെ കാരണം എന്നെയും നിന്നെയും ദൈവ തുല്യതയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഡിവൈനൈസേഷൻ ആൻഡ് ഹ്യൂമനൈസേഷൻ, ആ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് അവൻ മനുഷ്യനായി അവതരിച്ചത്. അവൻ മനുഷ്യനായി അവൻ കാൽവരിയില് 3 കാലിലും പാണികളാൽ തറയ്ക്കപ്പെട്ട് ഒരു ബലിയായി തീർന്നത് എനിക്കും നിനക്കും വേണ്ടി. അവന്റെ ബലിയുടെ അനന്ത യോഗ്യതയാലാണ് അവൻ ചിന്തിയ തിരുരക്തത്തിന്റെ അമൂല്യ രക്തത്തിന്റെ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള അമൂല്യ നിഷ്കളങ്ക രക്തത്തിന്റെ കഴുകലിലാണ് ഞാനും നീയും രക്ഷിക്കപ്പെട്ടത്. അഥവാ നീതിയുടെ തലത്തിലേക്ക്, വിശുദ്ധിയുടെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.